വിനായക നിർമ്മൽ സാഹിത്യരംഗത്ത് കഴിഞ്ഞ 35 വർഷമായി പറഞ്ഞു കേൾക്കുന്ന പേര്. കഥ, നോവൽ, ജീവചരിത്രം, സാഹിത്യം, ലേഖനം, വിവർത്തനം, ബാലസാഹിത്യം എന്നിങ്ങനെ വിവിധ മേഖലകളിലായി ഇതുവരെ 105 പുസ്തകങ്ങളുടെ രചയിതാവ്. 1990 ജനുവരിയിൽ ദീപനാളം വാരികയിൽ പ്രസിദ്ധീകരിച്ച ആകാശം നീലയല്ല എന്ന കഥയിലൂടെയാണ് വിനായക നിർമ്മൽ പ്രസിദ്ധീകരണ രംഗത്തേക്ക് വന്നത്. 4 വർഷങ്ങൾക്ക് ശേഷം ആകാശത്തിന്റെ നിറങ്ങൾ എന്ന ആദ്യ നോവൽ പ്രസിദ്ധീകരിച്ചതും ദീപനാളമായിരുന്നു. തുടർന്ന് മണിമുഴക്കം, മഞ്ഞു പെയ്യുന്ന താഴ്വരകൾ, പുഴയ്ക്ക് നടുവിലെ വീട്, കുടുംബം, ഇടയരാഗം, ബ്രിജീത്ത വില്ല, കാറ്റുപോലെ എന്നീ നോവലുകളും നിരവധി ചെറുകഥകളും ലേഖനങ്ങളും ഫീച്ചറുകളും ദീപനാളം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മലയാള സിനിമയെ മൂല്യാധിഷ്ഠിതമായ വിചാരങ്ങളോടെ അപഗ്രഥന വിധേയമാക്കുന്ന കാഴ്ചയ്ക്കപ്പുറം എന്ന പംക്തിയും വിനായക ദീപനാളത്തിൽ കൈകാര്യം ചെയ്തു വരുന്നു. 35 വർഷത്തെ എഴുത്ത് ജീവിതത്തിനിടയിൽ ക്രൈസ്തവ പ്രസിദ്ധീകരണങ്ങളിൽ മാത്രമല്ല, നിരവധി സെക്കുലർ പ്രസിദ്ധീകരണങ്ങളിലും ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലും തൻ്റെ രചനാസിദ്ധി കൊണ്ട് വിനായക് വിസ്മയങ്ങൾ തീർത്തിട്ടുണ്ട്. എവിടെ എഴുതുന്നുവെന്നതല്ല, എന്ത് എഴുതുന്നുവെന്നതാണ് വിനായകന്റെ രചനകളുടെ മൂല്യം നിശ്ചയിക്കുന്നത്. ബിജു മടത്തിക്കുന്നേൽ CSSR വിനായകന്റെ രചനാലോകത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടതിനെ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമാണ്: വിനായകന് എഴുത്ത് ഒരു ദൗത്യവും പ്രാർത്ഥനയുമാണ്. പൊതുവെ ശാന്തനായ ഒരാൾ അനസ്യൂത ജലധാര പാറയെ പരിണാമവിധേയമാക്കുന്നതുപോലെ ചെറുതല്ലാത്ത തൻ്റെ സാഹിത്യ സംഭാവനയാൽ മൂല്യാധിഷ്ഠിത സാമൂഹിക നിർമ്മിതിയിൽ ഭാഗഭാക്കായിട്ടുണ്ട് എന്ന് നിസ്സംശയം പറയാം. മലയാളികൾ വിനായക നിർമ്മൽ എന്ന എഴുത്തുകാരനോട് വളരെ കടപ്പെട്ടിട്ടുണ്ട്. അതെ, അറിഞ്ഞോ അറിയാതെയോ വിനായക എഴുതിയതെല്ലാം സമൂഹത്തിൽ കൂടുതൽ വെളിച്ചവും സുഗന്ധവും പ്രസരിപ്പിക്കാൻ കാരണമായിട്ടുണ്ട്. അതുകൊണ്ടാണ് വിനായകന്റെ 100ാമത് പുസ്തകത്തിന്റെ മുഖവരയിൽ ഫാദർ ബോബി ജോസ് കട്ടിക്കാട് ഇപ്രകാരം കുറിച്ചുവെച്ചത്: ഭേദപ്പെട്ട മനുഷ്യരെ രൂപപ്പെടുത്താൻ അത്തരം നേർക്കാഴ്ചകൾ ആരെയാണ് സഹായിക്കാത്തത്? നന്മയും കരുണയും അയാളുടെ പദങ്ങൾക്ക് കൂട്ടുനിന്നു. നാളെ ഖേദിക്കാൻ ഒന്നുമില്ലാത്ത വാക്കുകൾ കൊണ്ട് മാത്രം മെനഞ്ഞെടുത്ത ആന്തരിക പ്രപഞ്ചമാണ് അയാൾ രൂപപ്പെടുത്തിയത്. ഒരു രോഗശാന്തി ശുശ്രൂഷയായി നാളെ അത് വായിക്കപ്പെടും. അക്ഷരങ്ങൾ കൊണ്ട് രോഗശാന്തി ശുശ്രൂഷ നടത്തുന്ന, ഇതുവരെയും എഴുത്തുകൊണ്ട് ആരെയും വഴിതെറ്റിക്കാത്ത വിനായക നിർമ്മലിന് മൂല്യാധിഷ്ഠിത രചനകളിലൂടെ സാഹിത്യരംഗത്ത് നൽകിയ സമഗ്ര സംഭാവനയ്ക്കുള്ള ദീപനാളം സാഹിത്യ അവാർഡ് സമ്മാനിച്ചുകൊള്ളുന്നു.